രണ്ടാമത്തെ ടൈപ്പ് ഓർഡറാണ് കവർ ഓർഡർ. അതായത് ഈ ഒരു ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും കൂടി പ്ലേസ് ചെയ്തുകൊണ്ട് ഈ ട്രേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ ഒരു എക്സാമ്പിളിന് നമ്മളിപ്പോൾ സൺഫാർമ എന്നുള്ളൊരു സ്റ്റോക്ക് എടുക്കാം. സൺഫാർമ ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലിമിറ്റ് ഓർഡർ സെല്ല് പ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം നമ്മൾ എവിടെ നിന്നാണോ ട്രേഡ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് വെക്കുക. അതുപോലെ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യേണ്ടത് അതും എന്ത് ചെയ്യുക, ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് എവിടെ നിന്നാണ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ നിന്നാണ് ട്രേഡ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അതിന് നേരെ മൗസ് ബാർ വെക്കുക, പ്ലസ് കൊടുക്കുക, സെൽ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തണം. നമുക്കിപ്പോൾ ഈ സ്പോട്ടിൽ ഇപ്പോൾ കറൻ്റ് നിൽക്കുന്ന പ്രൈസിലാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ മാർക്കറ്റ് ഓർഡർ കൊടുത്താൽ മതി. അവിടുന്ന് വെച്ചിട്ട് തന്നെ കവർ ഓർഡർ പ്ലേസ് ആവും. ഇനിയല്ല ഇവിടെ വന്നിട്ട് പ്ലേസ് ചെയ്യാനാണെങ്കിൽ അതുപോലെ എത്രയാണോ പ്രൈസ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഏകദേശം 80 വരുന്നത്, 80 16 75 80. നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെക്കലാണ്. സ്റ്റോപ്പ് ലോസ് വെക്കാൻ എന്ത് ചെയ്യുക, ഈ കവർ ഓർഡർ ഓപ്പൺ ചെയ്യുക. കവർ ഓർഡർ ഓപ്പൺ ചെയ്താൽ വരും എത്രയാണ് എമൗണ്ട് എന്നുള്ള. നമ്മളെ എമൗണ്ട് വരുന്നത് 1681.80 1681.80. ഓക്കെ. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. 1675.80. ഇനി സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് 1681.80. ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഓർഡർ ഇവിടെ വന്നിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് വരും, സ്റ്റോപ്പ് ലോസ് ഓപ്പൺ ആയിട്ട് വരും. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ഇനി അടുത്ത വരുന്ന ഓർഡറാണ്. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളിന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എൻ്റർ ആവും. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അടുത്ത വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് എങ്ങനെ ടാർഗറ്റ് വെക്കുക എന്നുള്ളത്. ഇതിലെന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ ടാർഗറ്റിലോട്ട് എത്തണ സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ഈ എൻട്രിയും ഒരുമിച്ച് ക്ലോസ് ആവും. നമ്മുടെ നോർമൽ ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ ഇങ്ങനെ ക്ലോസ് ആവില്ല. നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെപ്പറേറ്റ് ക്ലോസ് ചെയ്യണം, അതുപോലെ തന്നെ ടാർഗറ്റ് സെപ്പറേറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മളിതൊരു ബൈ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സോൺ വരക്കുക. അതിൽ കൊടുക്കേണ്ട ഓർഡർ എന്ന് പറയുന്നത് ബൈ ലിമിറ്റാണ്. ബൈ ലിമിറ്റ് നമ്മൾ ടാർഗറ്റ് ഏകദേശം. ഓക്കെ. ഇവിടുന്ന് ഒരു ബൈ ലിമിറ്റ് കൊടുക്കുന്നതാണെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക, ബൈ ലിമിറ്റ് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ബൈ ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം എത്രയാണോ പ്രൈസ് 1665. ഓക്കെ. അതിനുശേഷം ബ്രാക്കറ്റ് ഓർഡർ ഓപ്പൺ ചെയ്യുക, അത്ര താഴെ 1661.20 ടൈപ്പ് ചെയ്യാം. 1661.20. എന്നിട്ട് ബൈ 1 ക്വാണ്ടിറ്റി കൊടുത്താൽ എന്താവും, ആ ഓർഡർ അവിടെ പ്ലേസ് ആവും. അതുപോലെ തന്നെ ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഓർഡർ ആയിട്ട് ഇത് കാണും. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കാണിക്കില്ല, ഈ ഓർഡർ വന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ഓർഡർ കാണിക്കുക. ഇതിനാണ് ഈ കവർ ഓർഡർ എന്ന് പറയുന്നത്.